നമസ്കാരം. ഞാൻ എം എസ് ശ്രീരാജകൃഷ്ണൻ പോറ്റി, അഖിലേന്ത്യാ പ്രജാസഭ ദേശീയ ചെയർമാൻ. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത്, നമ്മൾ 2 ദിവസം കൊണ്ട് വളരെ ശ്രദ്ധയായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ അദ്ദേഹത്തിൻ്റെ രാജീവൻ ചേട്ടൻ്റെ ചെറിയൊരു വീഡിയോയുടെ ഭാഗമായിട്ട് വാജീവാഹനം അദ്ദേഹത്തിൻ്റെ അവകാശമായിട്ട് അദ്ദേഹം എടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വളരെ വിഷമം വരുന്ന രീതിയിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെ പല കമൻസിലൂടെയും അദ്ദേഹത്തിനെ മോശമാക്കി കാണിക്കുന്നൊരു വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അദ്ദേഹം ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറാണ്, തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണ് എന്നൊരു വാക്ക് എന്നോട് അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേവസ്വം ബോർഡിൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മൊത്തം അഴിമതിയും പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ അവർ എറിഞ്ഞ അടുത്തൊരു ഇരയാണിത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഇനി വാജീവാഹനത്തിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണപ്പാളിയുടെ വിഷയം അതിൻ്റെ മുകളിൽ അട്ടിമറി നടക്കുമല്ലോ എന്ന് വിചാരിച്ചുള്ള കളി തന്നെയാണിത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ മനസ്സിലാക്കുക. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അവകാശമായിട്ട് അദ്ദേഹം എടുത്തതാണെങ്കിൽ, ദേവസ്വം ബോർഡ് തിരിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് അദ്ദേഹത്തിൻ്റെ പക്കൽ തന്നെയുണ്ട്. എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കും. സ്വാമി ശരണയ്യപ്പ. അവർ എറിഞ്ഞ അടുത്തൊരു ഇരയാണിത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഇനി വാജീവാഹനത്തിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണപ്പാളിയുടെ വിഷയം അതിൻ്റെ മുകളിൽ അട്ടിമറി നടക്കുമല്ലോ എന്ന് വിചാരിച്ചുള്ള കളി തന്നെയാണിത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ മനസ്സിലാക്കുക. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അവകാശമായിട്ട് അദ്ദേഹം എടുത്തതാണെങ്കിൽ, ദേവസ്വം ബോർഡ് തിരിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് അദ്ദേഹത്തിൻ്റെ പക്കൽ തന്നെയുണ്ട്. എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കും. സ്വാമി ശരണയ്യപ്പ.